പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 141. വിഡ്ഢി അഥവാ മൂഢൻ. സദൃശവാക്യങ്ങൾ 26, 3 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ, മൂഢന്മാരുടെ മുതുകിന് വടി. നീയും മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷ്യത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷ്യത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക. മൂഢന്റെ കൈവശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തിന്റെ കാൽ ഞാണ് കിടക്കുന്നത് പോലെ. മൂഢന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിൽ കല്ല് കെട്ടി മുറുക്കുന്നത് പോലെ. സദൃശവാക്യങ്ങൾ 29, 11, 20 വചനങ്ങൾ. മൂഢൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ലൂക്കോസ് 20, വചനം 20. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 3, വചനം 18. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ആമേൻ.